ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ എവിടെയെങ്കിലും, അതായത് കിച്ചണിൻ്റെ ഏരിയകളിലോ ബാക്കി എവിടെയെങ്കിലും നമ്മൾ ഫാൻ ഇടാനായിട്ട് റാഡ് ഇടാൻ മറന്നു പോയി കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ്. റെഡിമെയ്ഡായിട്ട് നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇത് നമ്മുടെ ഫാൻ ഇടാനായിട്ട് ഹാങ്ങിങ് ഹുക്കാണ്. അതായത് ഇത് നമ്മൾ കോൺക്രീറ്റിലേക്ക് ഡ്രില്ല് ചെയ്ത് ഇതിൻ്റെ ആ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് 10 mm ആണ് നമ്മളിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. 10 mm എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല ബലം ലോഡ് താങ്ങുന്ന രീതിയിലുള്ളതാണ്. ഫാനിൻ്റെ ലോഡ് കാര്യങ്ങളൊക്കെ താങ്ങാൻ വേണ്ടിയിട്ടാണ് 10 mm നമ്മളിത് വാങ്ങിച്ചതിന് ശേഷമാണ്. ഇത് നമ്മൾ വാങ്ങിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ 16 ബിറ്റാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഡ്രില്ലിൽ ഉപയോഗിക്കുന്ന 16 ബിറ്റ് വേണം. 10 mm 10 mm ഈ നമ്മുടെ ഈ ബോൾട്ട് അതിൻ്റെ അകത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് 16 mm ആണ് വലിപ്പം വരുന്നത്. ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മളിത് അകത്തേക്ക് കയറ്റിയതിന് ശേഷം, ഡ്രില്ല് ചെയ്ത് അകത്തേക്ക് കയറ്റിയതിന് ശേഷം നമ്മളിത് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ കാണുന്ന 3 പാളികളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ പാളികൾ വികസിച്ച് അതിൻ്റെ അകത്ത് ടൈറ്റ് ആവണം, കോൺക്രീറ്റിലായിട്ട് ടൈറ്റ് ആവണം. അങ്ങനെയാണ് നമ്മൾ എപ്പോഴും ഒരു സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നത്. അത് നമ്മൾ മുകളിലേക്ക് നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ പാളിയിലേക്ക് മുകളിലേക്ക് വരുന്ന ആ പാളി വികസിച്ച് വരുന്നു. അത് ആ പാളികളാണ് അതിൽ ടൈറ്റ് ആവുന്നത്. അതിൻ്റെ ആ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം തന്നെ GI അതുപോലെ തന്നെ ആ മെറ്റീരിയൽ ആയതുകൊണ്ട് തുരുമ്പെടുക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പിന്നെ നമ്മൾ ഈ കാണുന്ന 16 ബിറ്റ്, ഇതാണ് 16 ബിറ്റ്. ഇനി നമുക്കിതൊന്ന് വെച്ച് നോക്കാം. അതിൻ്റെ ഔട്ടർ ഒന്ന് വെച്ച് നോക്കാം. 10 mm ബിറ്റിന് നമ്മുടെ ഹുക്കിന് വേണ്ടിയിട്ട് നമ്മൾ 16 mm കണ്ടോ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മൾ അതിൻ്റെ ഔട്ടറിൽ വയ്ക്കുക. അതാണ് ഫുള്ളിലകത്തേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് കണ്ടോ. നിങ്ങൾക്ക് ഏകദേശം കറക്റ്റായിട്ട് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ 10 mm ഹുക്ക് അടിക്കുന്നതിന് 16 mm ബിറ്റ് നമ്മൾ യൂസ് ചെയ്യണം. അതെങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്കിത് കാണിച്ചു തരാം. ഇനി ആദ്യമേ തന്നെ നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോരം ബിറ്റ് കയറണം എന്ന് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം വാർക്ക തുളയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, വാർക്കയുടെ കനം 4 ഇഞ്ച് മാക്സിമം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു 2.5 ഇഞ്ച് 3 ഇഞ്ച് മാക്സിമം തുളയ്ക്കുക. അതിന് മുകളിലേക്ക് തുളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാർക്ക ഹോളാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. മാക്സിമം കറക്റ്റ് തന്നെ അടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ചില സ്ഥലത്ത് അടിക്കുന്ന സമയത്ത് കമ്പി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അത് നമുക്ക് നോക്കി ക്ലിയർ ചെയ്ത് അടിക്കാൻ ചാൻസ് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമേ തന്നെ ഇത് ബിറ്റ് ഡ്രില്ലിലേക്ക് നമ്മൾ ഈ ബിറ്റ് ഇട്ടതിന് ശേഷം എവിടെയാണ് നമ്മൾ ഹോള് വേണ്ടത് അവിടേക്ക് നമ്മൾ കറക്റ്റായിട്ട് അടിക്കുക. അടിക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡ്രില്ല് നമ്മൾ കോൺക്രീറ്റിൽ അടിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ കമ്പിയുടെ ഉള്ളിലേക്ക് കയറി ജാം ആവാതെ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ അടിച്ചതിന് ശേഷം അടിച്ച സ്ഥലത്ത് കറക്റ്റായിട്ട് നമുക്ക് കമ്പി കാര്യങ്ങളൊന്നും ആ ഏരിയയിൽ കമ്പി കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടി. അതല്ല വരുന്ന സമയമാണെങ്കിൽ കമ്പി വരുന്നുണ്ടെങ്കിൽ അത് മാറ്റി വേറെ ഹോൾ അടിക്കേണ്ടി വരും. ഇത് നേരെ നമ്മൾ അടിച്ചതിന് ശേഷം ഹോൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്രയും തന്നെ ഹോൾ ആഴത്തിലേക്ക് നമ്മൾ ഡ്രില്ലിന് അടിച്ചു. അതിനുശേഷം ഇത് നമ്മൾ ചിറ്റിയ കൊണ്ട് അടിച്ച് മുകളിലേക്ക് ടൈറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന ഈ റിങ് മുകളിൽ ടൈറ്റ് ചെയ്ത് നമുക്ക് ഫുള്ളായിട്ട് കയറി ഇനി നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ മുകളിലുള്ള ആ 3 പാളികളാണ് നമ്മുടെ കോൺക്രീറ്റിൽ ടൈറ്റ് ആവുന്നത്. ഇത് നമുക്ക് തിരിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് ഹൈ ടൈറ്റായിട്ട് വരും. ആ ടൈറ്റ് പറയുന്ന അവസ്ഥ വരെ നമ്മളിങ്ങനെ ഒരു ബിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ജസ്റ്റ് അതിൻ്റെ ഉള്ളിയോ കാര്യങ്ങൾ ഇട്ടതിന് ശേഷം ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ തിരിച്ച് കൊടുക്കണം. അപ്പോൾ ഉടനെ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ആ ടൈറ്റ് ആവുന്ന സ്റ്റേജ് വരും. ആ ടൈറ്റ് ആവുന്ന സ്റ്റേജിലാണ് നമ്മൾ ആ ടൈറ്റ് ചെയ്ത് ഹൈ ടൈറ്റിലേക്ക് വരുമ്പോഴാണ് നമ്മൾ നിർത്തേണ്ടത്. അതിനുശേഷം നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. ഇപ്പോൾ നോക്കുക, നിങ്ങളങ്ങനെ നമ്മൾ ഹൈ ടൈറ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ ബോൾട്ട് കണ്ടോ, ആ നെറ്റ് ബോൾട്ട് അകത്തേക്ക് ഫുള്ളായിട്ട് കയറി കണ്ടോ, ഹൈ സ്ട്രോങ് ആയി മാറിക്കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ ഒന്നുമില്ല. ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മൾ പറയുന്ന ഷാക്കിൾ, അതായത് ഫാനിൻ്റെ ഷാക്കിൾ സെറ്റ് കാര്യങ്ങളെല്ലാം ഡയറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്നു. ഇപ്പോൾ ഷാക്കിൾ സെറ്റാണെങ്കിൽ കൊടുത്തിരിക്കുന്നത്, ഷാക്കിൾ സെറ്റും ഫാനും കൂടി നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന അവസാനമായിട്ട്. അതിനുശേഷം നിങ്ങൾ കാണുന്ന പോലെ തന്നെ കണ്ടോ, ഷാക്കിൾ സെറ്റ് അതിൻ്റെ ഉള്ളിലൂടെ കണക്ട് ചെയ്ത് ആ ബുഷ് ഇട്ടണം. ബുഷ് ഇട്ടില്ലെങ്കിൽ ഫാനിന് ഒരിക്കലും ഹുക്ക് ഷാക്കിൾ സെറ്റ് നമ്മൾ തൂക്കുന്ന സമയത്ത് ബുഷ് ഇടാതിരിക്കരുത്. ബുഷ് ഇട്ടില്ലെങ്കിൽ എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാൻ എന്തോ കംപ്ലൈൻറ്റും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എർത്ത് ആവാനും അതുപോലെ തന്നെ ട്രിപ്പ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതിനും വേണ്ടിയിട്ടാണ് ആ ബുഷ് കാര്യങ്ങളെല്ലാം ഒരിക്കലും ഇടാതിരിക്കരുത്. ഇനി നമ്മൾ ഫാൻ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫാൻ ഫുൾ സ്പീഡിൽ ഇട്ടതിന് ശേഷമാണെങ്കിൽ, നോർമൽ സ്പീഡിൽ ഇട്ടിട്ടാണെങ്കിൽ നമുക്ക് അതിന് ജസ്റ്റ് അതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഏകദേശം ഹൈ ലെവലിൽ തന്നെ ഫുൾ സ്പീഡിൽ ഇട്ടതിന് ശേഷം അതിൻ്റെ വൈബ്രേഷൻ കാര്യങ്ങളൊന്നും തന്നെയില്ല, ഹൈ സ്ട്രോങ് ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഫാൻ തൂക്കാനായിട്ട് ഹുക്ക് കാര്യങ്ങൾ നമ്മൾ ഇട്ടിട്ടില്ലെങ്കിലും വയർ നമുക്ക് അവിടെ ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്ക് അവിടേക്ക് ഹുക്ക് അടിച്ച് ഇതേ രീതിയിൽ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഫാൻ തൂക്കാൻ സാധിക്കും. ഫാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാർക്കയുടെ കനം അനുസരിച്ചിട്ട് വേണം നമ്മൾ ഡ്രില്ല് സെറ്റ് ചെയ്യാനായിട്ടും അതുപോലെ ഡ്രില്ല് അടിക്കാനായിട്ടും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.